രാവിലെ ആയപ്പോൾ മീൻകാരി ചേച്ചിയുടെ ഫോൺ വരുന്നു. നല്ല കരിമീനുണ്ട് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കരിമീൻ കൊണ്ടുവന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ നല്ല അടിപൊളി കരിമീൻ. അങ്ങനെ ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ മീനെല്ലാം വെട്ടി എല്ലാം കഴുകി വൃത്തിയാക്കി വന്നപ്പോൾ ഫിഷ് മോളിയുടെ തീരുമാനം മാറ്റി നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് മുളക് കറി വെക്കാമെന്ന് വിചാരിച്ച്. അതിന് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കത്തില്ല. ചെറിയ ഉള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ മൂത്ത് വരുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഇത്രയും ഇട്ട് ഒന്നുകൂടെ മൂപ്പിച്ചതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കും. തിളച്ച വെള്ളം ഒഴിച്ച് അരപ്പൊന്ന് വേകുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉപ്പിട്ട് പുളിയും ഇട്ടതിന് ശേഷം തക്കാളി ഇടും. അതിന് ശേഷം നല്ല തിളച്ച് വരുമ്പോൾ മീൻ എടുത്തിടും. ഈ മീൻ അതിന് വേണ്ടി വേവൊന്നുമില്ല, ഒരു 8 മിനിറ്റ് അതിൽ കൂടുതൽ പിന്നെ നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല. 8 മിനിറ്റ് വേവിച്ച് ഇറക്കുക. പിന്നെ 2-3 എണ്ണം ഫ്രൈ ചെയ്യാനായിട്ട് അരപ്പ് പുരട്ടി അത് എപ്പോഴത്തെ പോലെ തന്നെ മഞ്ഞൾ, മുളക്, കുരുമുളക്, ഉപ്പ് ഇത്രയുടെ പുരട്ടി ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഫ്രൈ ചെയ്തെടുക്കും. ഈ ചേച്ചി അഷ്ടമുടിക്കായെല്ലാം നല്ല മീനൊക്കെ കൊണ്ടുവരികയാണെന്ന് എന്നെ വിളിക്കും. നല്ല കൊഞ്ച്, കക്ക എല്ലാം കൊണ്ടുവരും. വേറെ ചിലപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നതൊക്കെ വളർത്ത മീനായിരിക്കും. അത് കാണുമ്പോൾ അറിയാം, അങ്ങനെ വാങ്ങത്തില്ല. അതൊരു പ്രത്യേക ചെവയാണ് ആ മീൻ. അങ്ങനെ ഇന്നത്തേക്കുള്ള ഉച്ചയാണ് കരിമീൻ കറിയും കരിമീൻ വറുത്തതും ചക്കക്കറിയും. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ്